ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. മൈ കോളേജ് ഡേയ്സിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഷെറിൻ ഹോമിലായിരുന്നു. സെക്കൻഡ് ഇയർ തൊട്ട് ഫോർത്ത് ഇയർ വരെ ഞങ്ങൾ സീക്കോ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു യൂണിറ്റിയെ പറ്റിയാണ്, ഒരു ഐക്യത്തെ പറ്റിയായിരുന്നു. അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് ഉള്ള അവധിക്ക് മുന്നേ നമ്മളെ സാധനങ്ങളെല്ലാം മാറ്റി സീക്കോ ഹോസ്റ്റലിലേക്ക് വരുന്ന ആ ഒരു സമയം. അപ്പം വലിയ ട്രക്കിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാം എല്ലാം ഒരു വലിയ ട്രക്കിനകത്ത് 1-2 ട്രിപ്പായിട്ടൊക്കെയാണ് ഇതുകൊണ്ട് സീക്കോ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. അപ്പം അവിടെ ഞാൻ കണ്ടൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഞാനവിടെ കണ്ടത്. കാര്യം സീക്കോ ഹോസ്റ്റലിൻ്റെ പുതിയ ഒരു ഫ്ലോറ് പണിത് ഞങ്ങൾ എല്ലാ പിള്ളേരും ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും തന്നെ ആ മേളിലത്തെ ഫ്ലോറിലായിരുന്നു, 4th ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ റൂംസ് എല്ലാം തന്നെ. അപ്പം ഇവിടുന്ന് ഞങ്ങൾക്ക് ലിഫ്റ്റില്ല, ഈ താഴേന്ന് ഞങ്ങൾ മേള് വരെ സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ആ സാധനങ്ങൾ ഇരിക്കുന്ന അവിടം തൊട്ട് പിള്ളേർ നിരന്ന് നിന്ന് മേള് വരെ ലൈനായിട്ട് നിന്നു. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ എല്ലാവരും ഈ ഉറുമ്പ് സാധനങ്ങൾ കൊണ്ടുപോകുന്ന പോലെ ഞങ്ങൾ പാസ് ചെയ്ത് മേള് വരെ എല്ലാവരും ചേർന്ന് അത് മേള് വരെ എത്തിച്ചു. അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാര്യം നമ്മുടെ ആ ഒരു ഒരു ഐക്യമാണ് അവിടെ നമ്മൾ കണ്ടത്. ഇപ്പം എൻ്റെ ബാഗ് അല്ലെങ്കിൽ അവളുടെ ബാഗ് എന്നൊരു വേർതിരിവില്ലാതെ എല്ലാവരുടെയും ബാഗ് ഇന്നവരെന്നില്ല, നമുക്ക് കിട്ടുന്ന ബാഗുകളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരുത്തർ എടുത്ത് അടുത്തയാൾക്ക് കൊടുത്ത്, അടുത്തയാൾ അത് അപ്പുറത്ത് കൊടുത്ത്, അപ്പുറത്തായിട്ട് ഇങ്ങനെ ഒരു ചെയിൻ പോലെ നമ്മളിങ്ങനെ അത് എല്ലാം മുകളിലെത്തിച്ചു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. ശരിയാണ്, ഞങ്ങൾ ഈ വലിയ ക്ലാസ്സിനകത്തൊരു 10-70 പേരടങ്ങുന്ന ക്ലാസ്സിനകത്ത് കുട്ടി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേരടങ്ങുന്ന ഗ്രൂപ്പ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളൊരു കാര്യം വരുമ്പം നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് കേൾക്കുന്ന എല്ലാവരും അതൊക്കെ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഷോർട്ടായിരിക്കാം, പക്ഷേ ഇന്ന് ജസ്റ്റ് ഇത് പറയാനാണ് എനിക്ക് തോന്നിയത്. അപ്പം താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ. എന്നും പറയുന്നത് പോലെ എന്തെങ്കിലും പോരായ്മയോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ മെസ്സേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ബൈ.